അങ്ങേയറ്റം വേദനയും നടുക്കവും ഉണ്ടാക്കിയ ഒരു വാർത്ത തന്നെയാണ്. മരിച്ച ദിക്ഷലിന്റെ ചിറയൻകീഴിലെ വീട്ടിൽ നിന്നും RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, ഒരു മരണവാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ കുട്ടി കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മൂർഖൻ പാമ്പ് വീടിനകത്തെത്തിയതെന്നാണ് കരുതുന്നത്? ബന്ധുക്കൾ എന്ത് പറയുന്നു? ജെൽസി, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അഴൂരിലുള്ള ദീക്ഷിതിന്റെ വീട്ടിലാണ്. ഇത് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്നടക്കം കിട്ടുന്ന ഒരു വിവരപ്രകാരം ഈ കാണുന്നതാണ് വീടെന്ന് പറയാൻ പറ്റത്തില്ല. ചെറിയ ഒരു കുടില് പോലത്തെ ഒരു ഷെഡ് മാത്രമാണ് ഇവരുള്ളത്. ഇവർക്ക് ഇതുവരെയായിട്ടും ഈ ലൈഫ് പദ്ധതി വഴി വീട് അപേക്ഷിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന വിടവിലൂടെയാകാം പാമ്പ് ഈ വീടിനകത്തേക്ക് കയറി എന്നാണ് സംശയിക്കുന്നത്. കാരണം നാട്ടുകാരെത്തി ഈ പാമ്പിനെ പിടികൂടുന്ന സമയത്ത് ഈ ഭാഗത്ത് നിന്നാണ് പാമ്പിനെ കിട്ടിയെന്നാണ് അവർ പറയപ്പെടുന്നത്. മൂർഖൻ പാമ്പാണ് അത്. അപ്പോൾ ആ സമയത്ത്, അതായത് ഒരു 3 മണിയോടുകൂടിയാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. കുട്ടിയുടെ കാലിൽ കൂടി എന്തോ ഇഴഞ്ഞു പോകുന്നതായിട്ട് കുട്ടി പറയുകയും എന്തോ കടിച്ചതായിട്ട് മാതാപിതാക്കളോട് പറയുകയും ചെയ്തത്. അനു ദിലീപ് ദമ്പതികളുടെ 8 വയസ്സുള്ള മകനാണ്, മൂത്ത കുട്ടിയാണ്. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു, ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി. പക്ഷേ അവിടെ എത്തി പ്രാഥമിക ചികിത്സ നൽകിയെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചപ്പോഴേക്കും കുട്ടി മരണപ്പെടുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ആശുപത്രി സൂപ്രണ്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ നിന്ന് ആന്റിവെനം നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആന്റിവെനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഈ രക്തപരിശോധനയിലടക്കം റിസൾട്ട് കിട്ടിയപ്പോൾ വേറെ പ്രശ്നമൊന്നും കാണാത്തത് കൊണ്ടാണ് ആന്റിവെനം നൽകാത്തതെന്നാണ് നിലവിൽ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിശദീകരണം. പക്ഷേ ആന്റിവെനം ഉണ്ടായിട്ടും അത് കൊടുത്തില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടി ലഭ്യമായതുമില്ല. ഇപ്പോൾ DMO ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഡോക്ടർ ഷീജയാണ് അവിടുത്തെ സൂപ്രണ്ട് അവധിയിലാണ്. പക്ഷേ റിപ്പോർട്ട് ഉടൻ തന്നെ കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും എന്തുകൊണ്ട് ആന്റിവെനം നൽകിയില്ല എന്നുള്ള ചോദ്യമൊക്കെ പ്രസക്തമാകുകയാണ്. എന്തായാലും ചിറയൻകീഴിലെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് RB സനൂപ് നൽകിയത്.